ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു യാത്രാ വ്ളോഗാണ്. എവിടേക്കാണ് എന്താണെന്നൊക്കെ വഴിയേ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോ. നോക്കാം, ശരിക്കും നോക്കാം. കൈ പോയി സാനുട്ടിയുടെ സാനുട്ടി ഇങ്ങോട്ട് നോക്ക്. നമുക്കല്ലേ ചേട്ടാ പോണ സാൻഡിയ മുട്ട അടിക്കാനാണ് സാനുട്ടിയെ. നല്ല രസമല്ല, തോനെ മുടിയുടെ കുട്ടിക്ക്. അപ്പം എവിടേക്കാണെന്നുള്ള ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾ മക്കളെ മുട്ടടിക്കാൻ വേണ്ടിയിട്ട് തിരുപ്പതിക്ക് പോകാൻ. അപ്പോൾ ഈ ഒരു തിരുപ്പതി കഥ എങ്ങനെ വന്നതെന്ന് വെച്ചാൽ, ഈ ഒരു മുട്ടടിക്കാനുള്ള ഒരു വഴിപാട് എങ്ങനെ ഇട്ടതെന്ന് വെച്ചാൽ, മുന്നേ ഞാൻ ഒരു 5 വർഷം മുന്നേ ഹൈദരാബാദ് പോയിട്ടുണ്ടായിരുന്നു. മോളൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ ഏകദേശം ഒരു 6 വർഷം. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഫ്ലൈറ്റിനാണ് പോയത്. തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ട്രെയിനിലായിരുന്നു. റിസർവേഷൻ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ട്രെയിനിൽ പോരുന്ന വഴിക്ക് ഈ ഒരു തിരുപ്പതി ഭാഗം നമുക്ക് കാണാം. പക്ഷെ അമ്പലങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണൂലെങ്കിലും അതിനുള്ളിലെ എൻട്രിയുടെ ഒരു ഭാഗത്തുള്ള ഒരു തൂണും ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ. അപ്പോൾ ഞങ്ങളുടെ കൂടെ പോകുന്നവർ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവർ പറഞ്ഞു, ഈ തിരുപ്പതി അമ്പലം എന്ന് വെച്ചാൽ വെളിപ്പുറത്തുള്ള ഒരു അമ്പലമാണ്, ഒരു നല്ലൊരു അമ്പലമാണ്, കാണാൻ നല്ല രസമാണ്, എന്തെങ്കിലും നമ്മൾ മനസ്സിൽ വിചാരിച്ചാലൊക്കെ അത് നടക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് മോനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇനിയൊരു പെൺകുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് മുട്ടയടിക്കുക, അങ്ങനൊരു എന്താ പറയുക, എൻ്റെ ഒരു സ്വാർത്ഥത, മനസ്സിലൊരുപാട് ആഗ്രഹമാണ് ഒരു പെൺകുഞ്ഞിനെ കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടു. ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇല്ല, 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പ്രഗ്നൻ്റായി. എനിക്ക് ജനിച്ചതോ ഒരു കുഞ്ഞു ബേബി ഗേളാണ് ജനിച്ചത്. അപ്പോൾ പിന്നെ എൻ്റെ വിശ്വാസവും ഒക്കെ കൂടി. കാരണം ഈ ഒരു തിരുപ്പതിയിലേക്ക് പോയി, പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞപ്പോഴേക്കും എനിക്ക് കുഞ്ഞായി. അതും ഞാൻ ആഗ്രഹിച്ച പോലെ പെൺകുഞ്ഞായി. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ കൂടി അവിടേക്ക് എത്തണം എന്നുള്ള. പിന്നീട് കോവിഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവൾ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം പോകാൻ പറ്റിയില്ല. പിന്നെ എല്ലാവരും പറയുണ്ടായിരുന്നു, ഈ ഒരു തിരുപ്പതിയിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ അവിടുന്ന് വിളി വരണം, ദൈവത്തിൻ്റെ വിളി നമ്മളിലേക്ക് എത്തണം, എന്നാൽ തന്നെ പോകാൻ പറ്റുള്ളൂ. നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്താലും, കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുന്നത്തെ കൊല്ലമൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ ഈ ഒരു നിമിഷമാണ്, അല്ലെങ്കിൽ ഈ ഒരു വർഷം ഡിസംബർ 25-നാണ് ഞങ്ങൾ പോയത്. അന്നാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് പോയി നല്ല രീതിയിൽ ഒരു കുഴപ്പമില്ലാതെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പാലക്കാടൊക്കെ കഴിയാറായ സമയത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് വെജിറ്റബിൾ ബിരിയാണിയും അതുപോലെ തന്നെ സോയാബീനും സാലഡൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രിപ്പിന് ഹസ്ബൻഡും ഞാനും കുട്ടികളും, ഹസ്ബൻഡിൻ്റെ 2 സിസ്റ്റേഴ്സും, അതിൽ ഇളയ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മോനാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. മോളല്ല, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവുകയാണ്. അത്ര ആളുകൾ ഈ ഒരു ചെറിയ കാറിൽ കൊള്ളാവുന്ന പിന്നെ ആളുകളെ പോയിട്ടുള്ളൂ. കാരണം ആൾട്ടോ 800ൻ്റെ ഒരു ചെറിയ കാറാണ് ഞങ്ങൾക്കുള്ളത്. ആ ഒരു കാറിൽ നമുക്ക് കൊള്ളാവുന്ന ആളുകൾ മാത്രമേ നമ്മളെ കൂടെയുള്ളൂ അല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്ക്, ഹസ്ബൻഡ് മാത്രമല്ലേ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലത്തായിട്ട് നമ്മൾ ചായ കുടിക്കാനും അങ്ങനെയൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയൊരു സ്പോട്ടാണ്. കണ്ടല്ലോ, ഇത് ഏകദേശം കോയമ്പത്തൂർ ഭാഗത്താണ്. കോയമ്പത്തൂർ ഏതോ ഒരു ഷോപ്പ്. അപ്പം ഞങ്ങൾ അവിടുന്ന് കുറച്ച് കഴിക്കാനായിട്ട് നമുക്കിങ്ങനെ വണ്ടിയിലിരുന്ന് കുറിക്കാൻ വേണ്ടിയിട്ട് കടലയും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ നുറുക്കും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചിങ്ങനെ പോവുകയാണ്. അതിലിടയ്ക്ക് ഓറഞ്ചിൻ്റെ തോടൊക്കെ കാണുന്നുണ്ട്. ഓറഞ്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ആപ്പിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാണുന്നേ ഓരോ സ്ഥലത്തായിട്ട് നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോയത്. കാരണം 750 കിലോമീറ്റർ ഉണ്ട് നമ്മളെ നാട്ടിൽ നിന്ന്, മലപ്പുറത്ത് നിന്ന് ആ ഒരു പിന്നെ തിരുപ്പതി എത്താനായിട്ട്.
അപ്പോൾ ഇത്രയും സമയം നമ്മളിങ്ങനെ, പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാലക്കാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഹൈവേ, നല്ല റോഡാണ്, അടിപൊളിയായിട്ട് പോകാൻ കഴിയും. അങ്ങനെ നമ്മൾ ഓരോ ഇതിലായിട്ട് ഇപ്പോൾ തമിഴ്നാട്ടുകാരുടെ ഒരു ശവം കൊണ്ടുപോകുന്ന ഒരു ഇതാണ് കണ്ടപ്പോൾ എനിക്ക് എടുക്കണം എന്ന് തോന്നി. നല്ല പാട്ടൊക്കെ പാടി ഇങ്ങനെ അതിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നവർ. ഒരു രഥം പോലെ ഉണ്ട് കണ്ടപ്പോൾ, ഉണ്ടല്ലോ. നൈറ്റായി തുടങ്ങി. അപ്പം നൈറ്റിൽ ഞങ്ങൾ ഏകദേശം എന്താ പറയുക, കോയമ്പത്തൂരൊക്കെ കഴിഞ്ഞ് ചെന്നൈൻ്റെ റൂട്ടിലേക്ക് തിരിയുന്നതിന് മുന്നേ ഒരു 100 കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് നമ്മൾ ആന്ധ്രയിലേക്ക് കടക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹോട്ടലാണിത്. കുഴപ്പമില്ലാത്ത നല്ലൊരു ഇൻ്റർനാഷണൽ ഹോട്ടലായിരുന്നു. ഫുഡിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടെങ്കിലും അവിടുത്തെ ഫുഡ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ മസാല ദോശയാണ് കഴിച്ചത്. അപ്പം ഞങ്ങളൊരാഴ്ചയിലേറെ നോലുമ്പ് എടുത്തിട്ടാണ്, മുട്ടയടിക്കാനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ വെജാണ് കഴിച്ചത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് പിന്നെ ഫുഡ് കണ്ടല്ലോ, ഉണ്ടാക്കി കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ആ ഒരു ഹോട്ടലിൻ്റെ പേരാണ് ആനന്ദാസ് ഹോട്ടലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഹോട്ടലിൽ കയറി ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. പൊറാട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ മസാല ദോശയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മസാല ദോശയും സെർവ് ചെയ്തൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഒരു പുതിന ചട്നിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ നാട്ടിൽ പുതിന ചട്നി ഉണ്ടാവാറില്ല. അപ്പോൾ ആ ഒരു പുതിന ചട്നി എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഈ വൈറ്റ് ചട്നിയും അതുപോലെ തന്നെ റെഡ് കളറിലെല്ലാം നമ്മൾ തക്കാളി ചട്നി, അതുപോലെ തന്നെ സാമ്പാർ, അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് നമുക്കൊരു കാണുന്ന ഒരു പുതിന ചട്നി ഉണ്ടായിരുന്നു. അപ്പോൾ പുതിന ചട്നി നല്ല ടേസ്റ്റായിരുന്നു. നമ്മളിവിടെ വിട്ടാൽ പിന്നെ ഇങ്ങനെയുള്ളൊരു ഗ്ലാസും ഒരു ഒരു തമിഴ്നാട് സ്റ്റൈലാണ്. ഇവിടുത്തെ വെജിറ്റേറിയൻ ഹോട്ടലുകളിലൊക്കെ മലപ്പുറത്തും ഉണ്ട്. എന്നിരുന്നാൽ പോലും അവിടുത്തെ എന്തൊക്കെ ഐറ്റംസും ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ എടുക്കുകയായിരുന്നു. വെജ് പുലാവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് ഓൺലി വെജിൻ്റെ ഒരു ഷോപ്പാണ്. അടിപൊളിയായിരുന്നു അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇരുന്നപ്പോൾ വെറുതെ ഒന്നിങ്ങനെ എടുത്തതേ ഉള്ളൂ. ഞങ്ങൾ വീണ്ടും ഇങ്ങനെ യാത്രയായി. ഏകദേശം ആന്ധ്ര തിരുപ്പതി ഭാഗത്തോട്ട് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് മടുത്തു എന്ന് പറയാൻ പറ്റില്ല. കാരണം അടിപൊളിയായിട്ട് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ടൈം പോയതേ അറിഞ്ഞില്ല. വീണ്ടും ഞങ്ങളിങ്ങനെ ഒരു ചായ, കട്ടൻ ചായ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉണർവിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു. സോഡയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾ ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ ലേസ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ നിർത്താൻ പറ്റുന്ന ഓരോ സ്പോട്ടിലും നിർത്തിയിട്ടൊക്കെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്തു. റെസ്റ്റ് ചെയ്യാൻ കാരണം ഹസ്ബൻഡ് ഒരു മണിക്കൂറൊന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് സീറ്റൊന്ന് താഴ്ത്തിയിട്ട് അവർ സുഖമായിട്ട് കാറിലൊന്ന് ഞങ്ങൾ ഇറങ്ങിയതിൻ്റെ ശേഷം ഒന്ന് കിടന്നുറങ്ങി ഒരു മണിക്കൂർ. അവരൊറ്റയ്ക്കല്ലേ രാവിലെ മുതൽ ഡ്രൈവ് ചെയ്യുക. അതുവരെ റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കുന്ന ആ ഒരു ടൈം മാത്രമേ നമ്മൾ റെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ, അതുവരെ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ കുറച്ച് നേരം ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളൊന്ന് റെസ്റ്റ് എടുത്തു. നമ്മളും തന്നെ ഈ ചെറിയ കാറിൽ ഇങ്ങനെ ചടഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ അധികം ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാലും അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ കുട്ടികളൊക്കെ ഓരോന്നും കളിച്ചും ചിരിച്ചും അങ്ങനെ വീണ്ടും ഞങ്ങൾ നമ്മൾ ഏകദേശം രാവിലെ ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രാത്രി പിന്നെ ഉറങ്ങിയതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ ഇറങ്ങിയപ്പോഴേക്കും പിന്നെ ഉറങ്ങാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. 1 മണി 1:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരുപ്പതിയിലോട്ട് പോവുകയാണ്. ഏകദേശം നമ്മൾ തിരുപ്പതി റെയിൽവേൻ്റെ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ടിക്കറ്റൊക്കെ അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ടൊന്നുമല്ല പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടെ എത്തിയിട്ട് എന്താണോ അതിനനുസരിച്ച് ചെയ്യാം. പ്ലാൻ ചെയ്തിട്ട് മുൻകൂട്ടിയിട്ട് പല തരത്തിലുള്ള പ്ലാനിങ്ങും നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നൊന്നും നമുക്ക് തിരുപ്പതിയിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് ഞങ്ങൾ തിരുപ്പതിയിലേക്ക് പോയത്. അത് സക്സസ് ആയിട്ട് നമ്മൾ തിരിച്ചു വരാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ തിരുപ്പതിയിലേക്കുള്ള ആ ഒരു എൻട്രി കടക്കാറായിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റ് ഘട്ടം എന്നുള്ള ആ ഒരു ഇത് കിടക്കാനായിട്ടുണ്ട്. നമ്മൾ തിരുമലയിലേക്കാണ് പോയത്.
വൈകുണ്ഠം അവിടെയൊക്കെ പോയപ്പോൾ അവിടെ ഒന്നും ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരെ തിരുപ്പതി തിരുമല വൈകുണ്ഠത്തേക്ക് പോയി. അവിടെ നിന്ന് നമ്മൾ പ്രിയദർശൻ എന്നുള്ള ആ ഒരു ഇതിലേക്കാണ് നമ്മൾ കടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കടക്കുമ്പോൾ ഒരുപാട് നിൽക്കണം, ഇങ്ങനെ നമ്മൾ ഓരോ ഇതായിട്ട് ഇങ്ങനെ ഒരു നമ്മൾ ഗുരുവായൂരും അതുപോലെയൊക്കെ ഇങ്ങനെ ഒരു കമ്പിക്കൂടുകൾ ഉണ്ടാവുമല്ലോ, അത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ചാടാൻ പറ്റാത്ത രൂപത്തിലുള്ള കമ്പിക്കൂടുകൾ ഉണ്ടാവും. അപ്പം നമ്മൾ ആദ്യത്തെ തിരുപ്പതിയിലേക്കുള്ള ഒരു എൻട്രിയാണ്. ഇതിനുള്ളിലോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ എന്തൊക്കെ ബാഗിൽ കൊണ്ടുപോകുന്ന അതൊക്കെ നോക്കിയതിന് ശേഷം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ നമ്മളിത് ഫോണൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ നമ്മൾ കാറിൽ സേഫായിട്ട് ഫോൺ വെച്ചിട്ടാണ് പോയത്. ഞങ്ങൾ കാറിൽ തന്നെ വെച്ചിട്ടാണ് പോയത്, വേറെ എവിടെയും. ഏതായാലും നമ്മൾ കാറ് ഒരു സ്ഥലത്തായിട്ട് നിർത്തിയിട്ടു. അവിടുന്ന് പിന്നെ അവിടുത്തെ വാഹനത്തിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതിനുള്ളിലോട്ട് ഒരുപാട് നടക്കണം, ഒരുപാട് നമ്മളിങ്ങനെ ഓരോ ഇതായിട്ട് ഇങ്ങനെ കമ്പിക്കൂടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്ന് ഷീറ്റിട്ട കമ്പിക്കൂട് നടന്ന് നമ്മളവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം പിടിക്കും. പിന്നെ ഇതിനുള്ളിൽ എത്തിയിട്ട് നമ്മൾ എവിടേക്കാണ് പോകണം എന്താ പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഇതിനുള്ളിലോട്ട് ഫോണൊന്നും കൊണ്ടുപോകാം, ഒരുവിധം സ്ഥലത്ത് വരെ അമ്പലം എത്തുന്ന വരെ ഫോണ് കൊണ്ടുപോകാം. പക്ഷെ നമുക്ക് അവിടെ നിന്ന് ഫോണൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ നമ്മളത് ഇറങ്ങാൻ നേരം എവിടെയാണ് കൊടുത്തതെന്ന് നോക്കിയിട്ട് ഭാഷയും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കുറേ ഇംഗ്ലീഷും. പിന്നെ ഹസ്ബൻഡിന് നന്നായിട്ട് ഹിന്ദിയൊക്കെ അറിയാവുന്നത് കൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ട് പോവുകയാണ്. അവരത്യാവശ്യം തമിഴും തെലുങ്കൊക്കെ അത്യാവശ്യം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും നമ്മളുടെ അടുത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഭാഗത്ത് നിന്നാണ് നമ്മൾ ഏകദേശം നമ്മൾ ഇതിനുള്ളിലോട്ട് ഏകദേശമൊക്കെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിലോട്ട് കയറാനാവുന്ന ഒരു സ്ഥലത്താണ് മൊട്ടയടിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മുട്ടയൊക്കെ അടിച്ച് ഫ്രീ ആയിട്ടാണ് അതിനുള്ളിലോട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ തരുന്നത് നമുക്ക് മുട്ടയടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ മുടി വടിക്കുന്നവർക്ക് എന്തെങ്കിലും നമ്മൾ കൊടുക്കുക, ഇന്ന പൈസ എന്നൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കുറച്ചായിട്ട് മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ 2 പെങ്ങന്മാരും പിന്നെ ഞാനും മക്കളും വെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടുന്ന് നമ്മൾ രാവിലെ നമ്മൾ മുടി വെട്ടുന്നതിനൊക്കെ മുന്നേ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിൻ്റെ ശേഷം നമ്മൾ ഒന്ന് പല്ലൊക്കെ തേച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ളിലോട്ട് കടന്നാൽ എന്താവും എങ്ങനെയൊന്നും അറിയില്ല. വരി ഇങ്ങനെ നിന്ന് ഇങ്ങനെ പോയി ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് ഒന്ന് ദൈവത്തെ കാണാൻ, വെങ്കിടേശ്വര ആ ഒരു തിരുപ്പതി ദൈവത്തെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പൂരിയും അതേപോലെ തന്നെ മസാല ദോശയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മസാല ദോശയും അതുപോലെ തന്നെ പൂരിയും. ഇതിൽ ഈ ചട്നി അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വട ഉണ്ടായിരുന്നു. വട അടിപൊളിയായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി വടയായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും അതൊക്കെ കഴിച്ച് തിരുപ്പതിയിലോട്ട് ഏകദേശം യാത്രയായി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇവിടെയാണ് നമ്മൾ മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകാനുള്ളൊരു സ്ഥലം. അപ്പോൾ ഈ മുട്ടയടിച്ചതിന് ശേഷം നമ്മൾ കുളിച്ചിട്ടൊക്കെ കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെയൊക്കെ എത്തിയാൽ നമ്മൾ എത്ര നൂലും പിടിത്താലും നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാനും പെരുമാറാനൊന്നും കഴിയില്ല, കാരണം നമുക്കറിയാത്ത പ്ലേസും കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് മുട്ടയൊക്കെ അടിച്ചു. അപ്പോൾ ഇവിടെ ഞങ്ങൾ എത്തിയപ്പോൾ സാധാരണ തമിഴ്നാട് അങ്ങനെ മഴയും കാര്യങ്ങളും ആന്ധ്രയിലൊന്നും മഴയും കാര്യങ്ങളും ഉണ്ടെന്നൊന്നും നമ്മളങ്ങനെ ഒരുപാട് മഴയുള്ള ഒരു സമയം അതൊന്നും അല്ല ഈ സമയത്ത്. പക്ഷേ ഇവിടെ എപ്പോഴും ആന്ധ്രയിൽ ഈ ഒരു സമയത്ത് നല്ല തണുപ്പാണ്. അതൊന്നും നമുക്കറിയില്ലായിരുന്നു. ഇവിടെ നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ തണുപ്പുള്ള സമയത്ത് പോയാലുള്ളൊരു ഫീല് എല്ലാം നല്ല കരച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ എടുക്കാനും സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ചീത്ത പറഞ്ഞു കുഞ്ഞ് കരയുമ്പോൾ വീഡിയോ എടുക്കല്ലേ പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മോൻ്റെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കരച്ചിലായിരുന്നു കേട്ടോ, കാരണം കുറച്ച് വലിയ കുട്ടിയായില്ലേ, 5 വയസ്സായില്ലേ.
അപ്പോൾ ഇതാ ഇപ്പോഴും അവൾ കരഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. മോന് അത്ര കുഴപ്പമൊന്നുമില്ലാണ്ടല്ലോ. അവൾ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു. മുടി ഇനി എങ്ങനെയോ വരിക, അമ്മ എനിക്ക് മുടി വെക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കരയുകയായിരുന്നു. എനിക്ക് ഒരുപാട് സങ്കടമായി. ഞാനും അവളെ കൂടെ കരഞ്ഞു. അപ്പോൾ അങ്ങനെ കണ്ടല്ലോ അവൾ ഒരുങ്ങി, ഞങ്ങളൊക്കെ എല്ലാവരും ഫ്രഷായി. കണ്ടല്ലോ അവിടുന്ന് ഇട്ട കുറിയാണേ. ഉണ്ടല്ലോ അവിടുന്ന് മുട്ടയടിക്കാൻ അതിനകത്തും പൈസ ആയിട്ടില്ല. പക്ഷേ ഈ ഒരു കുറി ഇവർ ചന്ദനമൊക്കെ തേച്ചതിന് 200 രൂപ 250 രൂപ എങ്ങാണ്ട് നമ്മളടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കുറി ഇട്ട് തന്നും ചെയ്തു. ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ. ഞാനും മോളും ഒരേ ഡ്രസ്സ്, ഏകദേശം ഒരേ പച്ച കളർ ബ്ലൗസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുള്ളിലൂടെ ഫോണും ഞങ്ങൾ വണ്ടിയിൽ വെച്ച് പോയതുകൊണ്ട് തന്നെ അമ്പലങ്ങളും കാര്യങ്ങളും അതിനുള്ളിലൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, ഒന്നും എടുക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തൊഴുത് ഇറങ്ങാൻ പറ്റി, ഒരുപാട് ഹാപ്പിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ തിരുപ്പതി വിശേഷം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.